രാജ്യത്ത് യഥാർത്ഥ പൗരന്മാർ മാത്രം മതി എന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് ഒരു വയസ്സ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. ഇതുവരെ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ജൂൺ 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. 4 പ്രധാന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കോടതി ഈ വിഷയത്തിൽ അനുകൂല വിധി പുറപ്പെടുവിച്ചത്. SIR നടപടി കമ്മീഷന്റെ ഭരണഘടനാപരവും നിയമപരവുമായ ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമാണോ? ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ യുക്തിസഹമാണോ? മറ്റ് ബദൽ മാർഗങ്ങളില്ലാത്ത പക്ഷം ഈ നടപടി അനിവാര്യമായിരുന്നു. കമ്മീഷന്റെ ലക്ഷ്യവും പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും തമ്മിൽ സന്തുലിത അവസ്ഥ നിലനിർത്തുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത, പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇത് തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ കമ്മീഷൻ സ്വീകരിച്ച നടപടികൾക്ക് സാധിച്ചതായി കോടതി വിലയിരുത്തി. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് എന്ന ഭരണഘടനാപരമായ ലക്ഷ്യം കൈവരിക്കാൻ ഇത്തരം നടപടികൾ തീർച്ചയായും അനിവാര്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. SIR-ൽ പങ്കാളികളാകാനും പരാതി പരിഹാരത്തിനുമായി നിരവധി അവസരങ്ങൾ ഈ പ്രക്രിയയിൽ ഉടനീളം നൽകിയിട്ടുണ്ട് എന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. ബീഹാറും ബംഗാളും കേരളവും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീം കോടതിയിലും പലകുറി ചോദ്യം ചെയ്യപ്പെട്ടു എങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠം തയ്യാറായിരുന്നില്ല. ബീഹാറിലെയും ബംഗാളിലെയും SIR നടപടികളാണ് ഏറെയും ചോദ്യം ചെയ്യപ്പെട്ടത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ പുറത്താക്കി എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവരും മരിച്ചവരും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുമാണ് എന്ന് കമ്മീഷൻ വാദിച്ചു. ഈ വർഷം മാർച്ചിൽ SIR നടപടികളുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. SIR-മായി ബന്ധപ്പെട്ട വിവാദം തിരഞ്ഞെടുപ്പ് കൊണ്ടും തീർന്നില്ല. ബംഗാളിൽ SIR-ൽ നിന്ന് പുറത്തായവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ വിഷയവും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ബീഹാറിലേതിനു ശേഷം ഒക്ടോബർ 27-ന് ആരംഭിച്ച 2ാം ഘട്ടത്തിലാണ് ഉത്തർപ്രദേശ്, ബംഗാൾ, തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, കേരളം, പുതുച്ചേരി, അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ എന്നിവിടങ്ങളിൽ SIR നടന്നത്. ഇത്രയും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 50.99 കോടി ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് SIR-ന് ശേഷം 45.81 കോടിയായി. അതായത് 5.18 കോടി പേരുകൾ പട്ടികയ്ക്ക് പുറത്തായി. നീക്കം ചെയ്യപ്പെട്ടതിൽ ഉത്തർപ്രദേശിൽ 25.47 ലക്ഷം പേരും ബംഗാളിൽ 24.16 പേരും ഉൾപ്പെടെ 66.88 ലക്ഷം പേർ മരിച്ചവരാണ്. കൂടാതെ എതിർപ്പുകളെ തുടർന്നുള്ള പരിശോധനയിൽ 63.16 ലക്ഷം പേർ കൂടി പുറത്തായി. മെയ് 14-നാണ് 16 സംസ്ഥാനങ്ങളിലായി SIR-ന്റെ 3ാം ഘട്ടം തുടങ്ങിയത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടകം, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും സ്ഥലങ്ങളിലായി 36.73 കോടി ആളുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. SIR നടപടികളുടെ ഭാഗമായി ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത് 91 ലക്ഷം പേരെയാണ്. മൂർഷിദാബാദ്, നോർത്ത് 24 പർഗാനാസ്, മാൽദ, നാദിയ, സൗത്ത് 24 പർഗാനാസ് എന്നീ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്തായത്. ന്യൂനപക്ഷവും കുടിയേറ്റക്കാരും പാവങ്ങളുമാണ് ഈ മേഖലയിൽ കൂടുതലും പുറത്തായത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, കർമ്മസ്.